അമ്മേ തളർന്ന് തേര് കയറി തളർന്ന്. ഇന്നലെ വണ്ടി കൊടുത്തിരുന്നു കേസ്. അപ്പോൾ അതൊന്ന് രാവിലെ തന്നെ പോയി എടുക്കുകയാണ്. രാവിലെ ജോലിക്കൊക്കെ പോകണപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നു. എന്നാ കല്ലും കൂടെ ആയിട്ട് കല്ലും തളർന്ന് ഞാനും തളർന്ന് തേര് കയറി. ഇന്നലെ ഇറങ്ങാൻ നല്ല രസമുണ്ടായിരുന്നു. തേര് തിരിച്ച് കയറാം. കണ്ടോ ഈ തേരിയാണ് അത്രയും കയറി വന്നത്. അയ്യോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങളിവിടെ ഒരു 6 മണി 6:30 ആ ടൈമായി കേട്ടോ വെളുപ്പിന്. പക്ഷെ കണ്ട നല്ല നേരം വെളുത്തുന്നേ തോന്നുള്ളൂ. പക്ഷേ ഇതൊരു 6:30 ടൈമാണ് ഗൈസ്. ഇവിടെയൊക്കെ നേരത്തെ നേരം വെളുത്തെന്ന് തോന്നണം. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗിയാണ് ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. കാരണം കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങി. ഈ 6 മണി ടൈമൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 7 മണി കഴിയാതെ ഞാൻ ഉറക്കം എണീക്കത്തില്ല. അതാണ് ഗൈസ്. അപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. അങ്ങനെ ഞാൻ എൻ്റെ നാടിൻ്റെ ഭംഗി ഫുള്ള് ആസ്വദിക്കുകയാണ് ഗൈസ്. എന്ത് രസമാണല്ലേ രാവിലത്തെ ആ ഒരു നമ്മുടെ ആ ക്ലൈമറ്റും കിളികളുടെ ശബ്ദം തോട്ടിലൂടെയൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ശബ്ദം പിന്നെ എന്തോ വല്ലാത്തൊരു നൊസ്റ്റു അടിച്ചു പോയി. കാരണം കുറേ നാളിന് ശേഷം ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ നാടിന് ഇത്രയും ഭംഗി വെച്ചോ എന്ന് ഞാൻ വല്ലപ്പോഴും ഇരിക്കാൻ നമ്മുടെ ചുറ്റുപാടൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് നല്ലതാണെന്നേ. നിങ്ങളും ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ലാസ്റ്റ് വണ്ടി നന്നാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തെത്തി. അങ്ങനെ വണ്ടി എടുത്ത് ഞാനും കല്ലും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇനി വീട്ടിൽ പോയാൽ നേരെ കിടന്ന് ഉറങ്ങുക എന്ന് വിചാരിക്കേണ്ട, ജോലിക്ക് പോകാൻ ഇറങ്ങണം. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.